ഇവിടെ ഇങ്ങനെയാണ് കേട്ടോ. ചില ദിവസങ്ങളിൽ അത്യാവശ്യം വെയിലുണ്ടാവും, ചില ദിവസങ്ങളിൽ ഇതുപോലെ ഫുള്ളായി മൂടി കിടക്കും. അപ്പോൾ ഞാൻ രാവിലെ ഒരു 8 മണിക്കൊക്കെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ നല്ല മഞ്ഞ്, നല്ല തണുപ്പ്. അപ്പോൾ ഞാൻ കരുതി ഒരു 10 മണി കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് നോക്കുക. അപ്പോൾ നോക്കിയപ്പോഴും നല്ല തണുപ്പ്, ഇതേ അവസ്ഥ തന്നെ. അപ്പോൾ പിന്നെ എങ്ങനെയാണെങ്കിലും ഇന്ന് സൺഡേ മാർക്കറ്റിൽ പോയിട്ട് കുറച്ച് സാധനങ്ങൾ മേടിക്കണം. അപ്പോൾ എന്തായാലും പുറത്തിറങ്ങണം. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി റെഡി ആയിട്ട് ഇറങ്ങിയതാണ്. ഈ പച്ച നിറത്തിൽ കാണുന്നത് വേസ്റ്റ് ബിന്നാണ്. എല്ലാ ലൈനിൻ്റെ എൻഡിൽ വേസ്റ്റ് ബിൻ ഉണ്ടാവാറുണ്ട്. അപ്പോൾ വേസ്റ്റ് ഡിസ്പോസലൊക്കെ ഇവിടെ ഈസിയാണ്. അപ്പോൾ മാർക്കറ്റിൽ പോകണമെങ്കിൽ ആദ്യം 2 വീലർ വേണം. സ്വന്തമായിട്ട് 2 വീലർ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിട്ട് അവരുടെ അടുത്തുനിന്ന് കടം മേടിച്ചാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ പോണ വഴിക്ക് ഇവിടെ കുറച്ച് കൃഷിയൊക്കെ ഉണ്ട്. ക്യാബേജും കോളിഫ്ലവറും തക്കാളിയും അങ്ങനെ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ഇവിടെ ഉള്ളവർ തന്നെ കൃഷി ചെയ്യുന്നതാണ്. അവരൊരു രസത്തിന് കൃഷി ചെയ്തിടും, പക്ഷെ പറിക്കുന്നത് വേറെ പലരും ആയിരിക്കും. അങ്ങനെ അപ്പോൾ അത് പാസ് ചെയ്ത് നമ്മൾ നടന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും എൻഡിലാണ് അവരുടെ റൂം വരുന്നത്. ആ മതിൽ കഴിഞ്ഞിട്ട് അതിൻ്റെ അപ്പുറത്ത് റെയിൽവേ ട്രാക്കാണ്. അപ്പോൾ അവിടെ നിന്ന് 2 വീലർ എടുത്ത് നമ്മൾ മാർക്കറ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫുള്ള് മഞ്ഞ് മൂടികൊണ്ട് അത്ര വിസിബിൾ അല്ല കാഴ്ചകൾ. അവിടെ ഒരു വേലിയുണ്ട്, ആ എൻഡിൽ വെളിച്ചമൊക്കെ കാണുന്നിടത്ത് ഒരു വേലിയാണ്. അതിൻ്റെ അപ്പുറത്ത് ഗ്രൗണ്ടാണ്, വിശാലമായിട്ടുള്ള ഗ്രൗണ്ടാണ്. അത്യാവശ്യം വലിയ ഏരിയയാണ്, സ്റ്റേഡിയമൊക്കെ ഉള്ള ഒരു ഗ്രൗണ്ടാണ്. ഇത് പിന്നെ കാണുന്ന ഗാർഡനാണ്. ഇവിടെ ഫ്ലവർ ഷോ തുടങ്ങാറായതുകൊണ്ട് ഇവിടെ ഒരുപാട് ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് അതിൽ പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇപ്പം മഞ്ഞായതുകൊണ്ട് ഒന്നും കാണാൻ പറ്റില്ല. അപ്പം അതൊക്കെ പാസ് ചെയ്ത് നമ്മളിങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പം നമുക്കിവിടെ റൈറ്റ് സൈഡിൽ തന്നെ കാണാം ഒരു കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നത്. അത് ഇവിടുത്തെ ഒരു പുതിയതായിട്ടൊരു കൺവെൻഷൻ സെൻറ്ററിൻ്റെ പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ നിന്ന് സ്ട്രെയിറ്റ് അങ്ങോട്ട് പോവുകയാണെങ്കിൽ ഒരു ഗേറ്റ് ഉണ്ട്, ഇങ്ങോട്ട് വരണം വേറൊരു ഗേറ്റ് ഉണ്ട്. അതിനിടയ്ക്ക് നമുക്ക് ഇവിടുത്തെ ഒരു ഹോസ്പിറ്റൽ കാണാം. റിഫൈനറി ഹോസ്പിറ്റലാണ്, ഇവിടുത്തെ ആളുകൾക്കൊക്കെ കാണിക്കാനുള്ള ഹോസ്പിറ്റലാണ്. അത് കഴിഞ്ഞാലാണ് ഇവിടുത്തെ ഒരു ഗേറ്റ് വരുന്നത്. ഈ ഗേറ്റും കടന്ന് നമ്മളങ്ങനെ പുറത്തെത്തി. പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്ര ഡെവലപ്ഡ് അല്ലാത്തൊരു സ്ഥലമാണ് കേട്ടോ ആസാം എന്ന് പറയുമ്പോൾ. ഇപ്പോൾ ഹൈവേസും അതൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു എന്നല്ലാതെ പൊതുവേ കടകളും അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അത്രയ്ക്ക് പുരോഗമിച്ചിട്ടൊന്നുമില്ല. പിന്നെ അത്ര ക്ലീൻ അല്ലാത്തൊരു ഏരിയ ആയിട്ട് എനിക്ക് തോന്നി. ഈ സൈഡിൽ കാണുന്നത് മൊത്തം വേസ്റ്റാണ് കേട്ടോ. പിന്നെ എവിടെ നോക്കിയാലും നമ്മുടെ ഈ മുറിക്ക് തുപ്പിയ പാടുകളെ കാണുള്ളൂ. അത് ഇവിടുത്തെ ആൾക്കാരുടെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമാണ് ഈ മുറിക്കുക എന്നുള്ളത്. പിന്നെ അത് പാസ് ചെയ്ത് വരുമ്പോൾ ഒരു ചെറിയ പാലം കാണാം. അത് കഴിഞ്ഞ് വരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നഴ്സറി കാണാം. ഇത് ആസാമിലൊരു ട്രഡീഷണൽ ആയിട്ടുള്ളൊരു വീടിൻ്റെ പാറ്റേൺ ആണ് കേട്ടോ. ഇവിടെ ഇഷ്ടംപോലെ കാണാം. നമ്മുടെ ടൗൺഷിപ്പിലും ഉണ്ട്. പിന്നെ ഒരു സ്കൂൾ കാണാം, UN ബ്രഹ്മ സീനിയർ സെക്കൻഡറി സ്കൂള്. അത് കടന്നു വരുമ്പോൾ ഒരു കോളേജ് കാണാം. അതിൻ്റെയും ചെറിയൊരു വ്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട് മഞ്ഞായതുകൊണ്ട്. പിന്നെ അത് കടന്നു വരുമ്പോൾ അതിൻ്റെ എൻഡിൽ അതിൻ്റെ സ്റ്റേഡിയം നമുക്ക് കാണാം. അതും പാസ് ചെയ്ത് പോകുമ്പം ഒരു നഴ്സറിയും. അത് കഴിഞ്ഞ് ഏകദേശം നമ്മൾ മാർക്കറ്റ് എത്താറായിട്ടുണ്ട്. മാർക്കറ്റ് എത്തി. ഇവിടെ കാണുന്ന ഈ ഓട്ടോയാണ് എനിക്ക് ഏറ്റവും കൗതുകരമായിട്ട് തോന്നിയിട്ടുള്ള വേറൊരു കാര്യം. പിന്നെ ഇവിടെ ഫർണിച്ചറിൻ്റെ ഏരിയ എത്തി. ഇതൊക്കെ നമ്മൾ പലഹാരങ്ങൾ ഇട്ടേക്കുന്ന ചില്ലുകൂടുണ്ടല്ലോ, അതാണ്. പിന്നെ ജാക്കറ്റ്സൊക്കെ വിൽക്കുന്നത് കാണാം സൈഡിൽ തന്നെ. പിന്നെ ഇതാണ് ഇവിടുത്തെ ഒരു റോഡിൻ്റെ ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഈ ഒരു ഏരിയയിലോട്ട് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മുഴുവനായിട്ടും ഫർണിച്ചറുകളാണ്. നമ്മളതുപോലെ ഒരു കടയുടെ ഉള്ളിൽ ഫർണിച്ചർ ഇട്ട് അങ്ങനെയൊന്നുമല്ല, ഓപ്പൺ ഏരിയയിൽ ആണ് ഫർണിച്ചറൊക്കെ ഇട്ടിട്ടുള്ളത്. ഈ ഫർണിച്ചർ എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല ഫിനിഷിങ്, നല്ല ഭംഗിയുള്ളതാണ് കേട്ടോ. എല്ലാ തരം ഫർണിച്ചറുകളും ഉണ്ട്. സ്റ്റൂളും കസേരയും ടേബിളും കട്ടിലും എല്ലാ സംഭവങ്ങളും ഉണ്ട്. പക്ഷെ അതിൻ്റെ ഫിനിഷിങ് അത്യാവശ്യം നല്ലതാണെങ്കിൽ കൂടി അതിൻ്റെ ക്വാളിറ്റിയിൽ നമുക്ക് അത്ര ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. ഇവിടെ ഒരു ഫ്രണ്ട് ഒരു കട്ടിൽ മേടിച്ചിട്ട് അത് തീരെ വെയിറ്റ് ഒന്നുമില്ല, അത്ര ക്വാളിറ്റി ഇല്ല എന്നാണ് അവർ പറഞ്ഞത്. പിന്നെ ഇഷ്ടംപോലെ ബ്ലാങ്കറ്റിൻ്റെ കളക്ഷൻ കാണും. ഇപ്പോൾ ഇവിടെ തണുപ്പായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല കനമുള്ള ബ്ലാങ്കറ്റുകളാണ്. അതിൻ്റെ കളക്ഷൻ ഇഷ്ടം പോലെ എല്ലായിടത്തും കാണാം. പിന്നെ ഇടയ്ക്കിടയ്ക്കായിട്ട് ഇതുപോലെ പൂക്കളുടെ കളക്ഷൻ കാണാം, പൂച്ചെടികളുടെ കളക്ഷൻ. അത്യാവശ്യം വെറൈറ്റി ആയിട്ടുള്ള ചെടികളുണ്ട്. ഉള്ളിലോട്ട് പോകുമ്പോൾ കൂടുതൽ നമുക്കത് കാണാൻ പറ്റും. ഇവിടെ കുറച്ചേ ഉള്ളൂ കേട്ടോ. ഉള്ളിലോട്ട് പോകുമ്പോൾ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ അത് പാസ് ചെയ്ത് നമ്മളിങ്ങനെ വരുമ്പോൾ തുണിത്തരങ്ങളുടെ സെക്ഷനാണ്. അതും ചെറിയൊരു ഏരിയയിൽ തുണികൾ തന്നെയാണ് വരുന്നത്.
അത് കഴിഞ്ഞ് വീണ്ടും നമുക്ക് ഇതുപോലുള്ള ഫർണിച്ചറുകൾ കാണാം, പ്ലാസ്റ്റിക്കിൻ്റെയും മരത്തിൻ്റെയും. പിന്നെ അവിടെ കുറേ ഇരുമ്പ് പെട്ടികൾ, വലിയ വലിയ ഇരുമ്പ് പെട്ടികൾ വിൽക്കാൻ വെച്ചിട്ടുണ്ട്, അത് കാണാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു സ്റ്റേഷനറി ഐറ്റംസൊക്കെ അങ്ങനെ കടന്നു വരുമ്പോൾ ഇവിടുത്തെ പലഹാരങ്ങൾ വിൽക്കുന്ന ഏരിയയിലോട്ട് എത്തും നമ്മൾ. നമ്മുടെ നാട്ടിൽ കാണുന്നതും കാണാത്തതുമായിട്ടുള്ള ഇഷ്ടംപോലെ പലഹാരങ്ങളുണ്ട്. എല്ലാം നല്ല കളർഫുള്ളാണ്, ഒക്കെ ലൈവായിട്ട് ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം. ജിലേബിയും എല്ലാം ഉണ്ടാക്കുന്നതായിട്ട് നമുക്ക് കാണാം. ശർക്കര ജിലേബിയും നോർമൽ ജിലേബിയും ഒക്കെ അവിടെ ഉണ്ട് കേട്ടോ. ഇവിടുത്തെ പലഹാരങ്ങളൊന്നും ഞാൻ അധികം ടെസ്റ്റ് ചെയ്തിട്ടോ ഒന്നുമില്ല. ഒരിക്കൽ എനിക്കൊരു ലഡ്ഡു കിട്ടി, അത് കടുകെണ്ണയുടെ ടേസ്റ്റായിരുന്നു. അപ്പോൾ അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഇവിടുത്തെ പലഹാരങ്ങളോടൊന്നും ഞാൻ പിന്നെ അതിനുശേഷം വലിയ താല്പര്യം കാണിച്ചിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ അത് പാസ് ചെയ്തിട്ട് വരുമ്പം നമുക്ക് കുഞ്ഞു കുഞ്ഞു കച്ചവടക്കാരെ കാണാം. അത് ഇവിടെ തന്നെയുള്ള പാവപ്പെട്ട കർഷകരാണ്. അവർ അന്നന്നത്തെ സാധനങ്ങൾ കളക്ട് ചെയ്ത് വിൽക്കാൻ വരുന്നതാണ്. നമുക്ക് കണ്ടാൽ തന്നെ അറിയാം, എല്ലാ സാധനങ്ങളും കുറച്ച് ക്വാണ്ടിറ്റിയിലേ ഉള്ളൂ. നാരങ്ങയും പിന്നെ ഇവിടെ സ്പെഷ്യലായി കാണുന്ന ഐറ്റമാണ് പുഴു. ഇവിടുത്തുകാരുടെ ഇഷ്ടഭക്ഷണമാണ് പുഴു എന്ന് പറയുന്നത്. ജീവനോടെയുള്ള പുഴുവാണ്, അവിടെ എല്ലായിടത്തും അവൈലബിൾ ആയിരിക്കും. അത് കടന്നു പോകുമ്പോൾ വീണ്ടും കുറേ ബ്ലാങ്കറ്റിൻ്റെ മാർക്കറ്റ് കാണാം, ബെഡും എല്ലാം ഉണ്ട്. ഈ ഫർണിച്ചർ ഏരിയ നമ്മൾ മുൻപ് കവർ ചെയ്തത് തന്നെയാണ്. ഇവിടുത്തെ ഈ ഓട്ടോ ഭയങ്കര രസമാണ് കേട്ടോ. നമ്മുടെ നാട്ടിലെ ഓട്ടോ വെച്ച് നോക്കുമ്പം ഒരു 2 വീലറിന് ഷെഡ് കിട്ടിയ പോലത്തെ സെറ്റപ്പാണ് കാണുമ്പോൾ. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഒരുപാട് തുണിത്തരങ്ങളുടെ ഇടയിലോട്ട് എത്തിയിട്ടുണ്ട്. പിന്നെ ഫ്രൂട്ട്സിൻ്റെ ഏരിയ കാണാം. ഇവിടെ ഫ്രൂട്ട്സിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. വെജിറ്റബിൾസും ചിലത് നല്ല റേറ്റ് കുറവാണ്, ചിലത് അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട് നമ്മുടെ നാട്ടിലെ പ്രൈസ് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. ഇവിടെ ഉരുളക്കിഴങ്ങിനൊക്കെ കിലോ 12 രൂപയാണ് വരുന്നത്. ഇത് കാണുമ്പോൾ മുളക് പോലെ തോന്നുന്നുണ്ടെങ്കിലും ഇത് ഉണക്ക ചെമ്മീനാണ് നമ്മളെ കണ്ടത്, റെഡ് കളറിൽ. ഇത് പിന്നെ നമ്മുടെ ഈ ശംഖു പോലത്തെ ഒരു സംഭവം, അതും വെള്ളമുള്ളവർ കഴിക്കുന്നതാണ്. പിന്നെ നേരത്തെ കണ്ട പോലെ പുഴു, ഇത് എല്ലായിടത്തും കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ. പിന്നെ കുറച്ച് ആയുധങ്ങൾ, കുഞ്ഞി ആഭരണ കളക്ഷൻ, കുഞ്ഞു കച്ചവടക്കാരാണ്. അതുകൂടാതെ ഒരുപാട് പച്ചക്കറികൾ വെച്ച് വിൽക്കുന്നവർ നമുക്ക് കാണാൻ പറ്റും. കൂടുതലും പാവപ്പെട്ട കർഷകരാണ് കേട്ടോ. കുറച്ച് അന്നുള്ള വിളവെടുത്ത് വിൽക്കാൻ വരുന്ന ആൾക്കാരാണ് മെയിനായിട്ട് നമ്മൾ കാണുന്നത് ഇവിടെ. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറികളായിരിക്കും നമുക്ക് കിട്ടുന്നത്. നമ്മുടെ നാട്ടിലെ പോലെ ചീഞ്ഞതോ അല്ലെങ്കിൽ ആർക്കും വേണ്ടാത്തതായിട്ട് കിടക്കുന്ന സാധനങ്ങളൊന്നും അല്ല നമുക്ക് തരുന്നത്. നമുക്ക് വേണ്ട സാധനങ്ങൾ നോക്കിയെടുക്കാം. ഉരുളക്കിഴങ്ങൊക്കെ കണ്ടാൽ തന്നെ നമുക്കറിയാം കേട്ടോ, നല്ല ക്ലീനായിരിക്കും, അത് ഫ്രഷ് ആയിരിക്കും. ഉരുളക്കിഴങ്ങിനൊക്കെ കിലോ 15 രൂപയേ ഉള്ളൂ ഇവിടെ. നമ്മുടെ നാട്ടിൽ അതിനേക്കാളും റേറ്റ് ഉണ്ട് തോന്നുന്നു. പിന്നെ പൂക്കളുടെ കളക്ഷനാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. ഉള്ളിലോട്ട് വരുമ്പോൾ ഇഷ്ടംപോലെ കളർഫുള്ളായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ചെടികൾ നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ നാട്ടിലൊന്നും കാണാത്ത തരം പൂക്കൾ കാണാൻ പറ്റുന്നു ഇവിടെ. നമ്മളിവിടെ സ്ഥിരതാമസം അല്ലാത്തതുകൊണ്ട് പിന്നെ ഇതൊന്നും നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല, മേടിച്ചിവിടെ വെച്ചിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ ഇവിടെ നിന്ന് പോകേണ്ട ആൾക്കാരാണ്. ഇത് പിന്നെ കുറച്ച് ഇലകളാണ്, കഴിക്കുന്ന പച്ചമുളകിൻ്റെ ഇല അടക്കം എല്ലാം അവർ കഴിക്കാൻ വേണ്ടിയിട്ട് വിൽക്കാൻ വെച്ചതാണ്, കഴിക്കുന്ന ഐറ്റംസ്. പിന്നെ ഇവിടെ കുറച്ച് പലചരക്ക് സാധനങ്ങളുടെ ഏരിയയാണ്, അതും കുറച്ച് വിശാലമായിട്ടുള്ള ഏരിയയാണ്. അത് കടന്നിട്ട് വരുമ്പം നമുക്ക് സുഗന്ധവ്യഞ്ജനങ്ങൾ, നമ്മുടെ നാട്ടിൽ കണ്ടതും കാണാത്തതും ഇഷ്ടംപോലെ സുഗന്ധദ്രവ്യങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും. അത് കടന്നു വരുമ്പോൾ പിന്നെ ഞങ്ങൾ കുറച്ച് പച്ചക്കറികൾ മേടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒന്ന് സ്റ്റോപ്പായി. അപ്പം വിശാലമായ ഏരിയയിൽ പച്ചക്കറി വിൽപ്പനയാണ് ഇവിടെ. ഏറ്റവും കൂടുതൽ പച്ചക്കറികൾ തന്നെയാണ് കേട്ടോ ഇവിടെ കാണുന്നത്. പിന്നെ ഇത് കുരുമുളക്, നമ്മുടെ നാട്ടിൽ കാണുന്നതിനേക്കാളും എക്സ്ട്രാ ഡാർക്കറായിട്ട് തോന്നിയിട്ടോ എനിക്കത് കണ്ടപ്പോൾ. വീണ്ടും നമ്മളിങ്ങനെ നടന്നു വരുമ്പോൾ നമുക്ക് കുഞ്ഞു കുഞ്ഞു ചായക്കടകൾ അവിടെ കാണാം. അതുപോലെ തന്നെ വീണ്ടും പച്ചക്കറികളും പലഹാരങ്ങളും ഫ്രൂട്ട്സൊക്കെ വിൽക്കുന്ന ഏരിയ തന്നെയാണ് നമ്മൾ കാണുന്നത്. പിന്നെ ഇവിടെയായിട്ട് ഒരു ചേട്ടൻ പാക്കറ്റുകളാക്കിയിട്ടുള്ള പലഹാരങ്ങൾ വിൽക്കുന്നതിൻ്റെ തിരക്കിലാണ്. ആ കാഴ്ചയൊക്കെ കടന്നു വന്നിട്ട് നമ്മൾ എത്തുന്നത് ഉണക്ക മീനിൻ്റെ മാർക്കറ്റിലോട്ടാണ് കേട്ടോ. ഇവിടെ കാണുന്ന ഈ വിശാലമായ ഏരിയ ഫുള്ളും
നമ്മൾ ഇതുവരെ കാണാത്ത ഏതൊക്കെയോ മീനുകളുടെ ഉണങ്ങിയ പരുവത്തിലുള്ള മീനുകൾ വിൽക്കുന്ന ഒരു ഏരിയയാണ് അത് ഫുള്ളായിട്ട്. പിന്നെ നമ്മൾ മീറ്റ് മാർക്കറ്റിലെത്തിയിട്ടുണ്ട്. ഫസ്റ്റായിട്ട് പന്നിയിറച്ചി വിൽക്കുന്ന മാർക്കറ്റാണ്. ഇവിടെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പന്നിക്കുട്ടികളെ മുഴുവനോടെയും അല്ലാതെ വലിയ പന്നികളെ വെട്ടി പീസാക്കി അങ്ങനെ വിൽക്കുന്നുണ്ട് കേട്ടോ. വളരെ കുഞ്ഞു കുട്ടികളാണ്. ആളുകൾ ഇങ്ങനെ കാലിൽ കെട്ടി തൂക്കി കൊണ്ടുപോകുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നല്ല തണുപ്പായതുകൊണ്ട് തന്നെ അവരൊക്കെ തണുത്ത് വിറച്ചിട്ട് കിടക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അവരൊട്ടും ആക്റ്റീവ് അല്ല. പൊതുവെ നമ്മൾ മീറ്റൊക്കെ കഴിക്കുന്ന ആൾക്കാരാണെങ്കിലും ഈ ഒരു അവസ്ഥയിൽ അവരെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമം തോന്നും കേട്ടോ. വീണ്ടും നമ്മൾ മുൻപ് കണ്ടതുപോലെ കുഞ്ഞു കുഞ്ഞു കർഷകരെയാണ് കേട്ടോ നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇത് കടന്നിട്ട് നമ്മൾ ചെല്ലുമ്പോൾ നമ്മളെത്തുന്നത് മീറ്റ് മാർക്കറ്റിലോട്ടാണ്. എല്ലാ തരം മീറ്റും അവിടെ കിട്ടും. ആദ്യമായിട്ട് എത്തുന്നത് താറാവുകളും കോഴികളെയും വിൽക്കുന്ന ഒരു മാർക്കറ്റിലോട്ടാണ്. അതിനിടയ്ക്ക് ഇവിടെ ഒരു കൂട കണ്ടോ, പാള വളച്ചിട്ട് എന്തോ കമ്പ് കുത്തിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു കൂടയാണ്. ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി. അതിലാണ് കുഞ്ഞു കുഞ്ഞു പക്ഷികളെ ഇട്ട് കൊണ്ടുവന്നിട്ടുള്ളത് അവർ കേട്ടോ. ഒരുപാട് താറാവുകളെ ഇങ്ങനെ കാലിൽ കെട്ടിയിട്ട് പരത്തിയിട്ടിരിക്കുകയാണ് വിൽക്കാൻ വേണ്ടിയിട്ട്. ഓരോ താറാവുകളെ എണ്ണം പറഞ്ഞ് മേടിച്ചിട്ടാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. അതിനിടയ്ക്ക് നമ്മളിപ്പോൾ കണ്ട വലിയ താറാവിനെ പോലെയുള്ളത് ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പം ഡൊമസ്റ്റിക് ഗീസ് എന്ന് കണ്ടു. അവരുടെ വി ഷേപ്പ് ഫ്ലൈറ്റിലാണ് കേട്ടോ അവർ ഫേമസ് ആയിട്ടുള്ളത്. പിന്നെ താറാവുകളെ പോലെ തന്നെ വെള്ളത്തിൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരാണ്. നല്ല തണുത്ത് വിറച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ആരും അത്ര ആക്റ്റീവ് ഒന്നും അല്ല കേട്ടോ. താറാവുകളും കോഴികളൊക്കെ ഇവരൊക്കെ തണുത്ത് വിറച്ച് ചുരുണ്ട് കൂടി ഇരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് കേട്ടോ. ഇവിടെ പന്നിയിറച്ചിയും മറ്റെല്ലാ ഇറച്ചികളും കിട്ടുമെങ്കിലും ബീഫ് കിട്ടത്തില്ല കേട്ടോ. ബീഫ് ഇവിടെ ബാൻഡാണ്. ഇപ്പോൾ അടുത്തിടെയായിട്ടാണ് ബീഫ് ഇവിടെ ബാൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ബീഫ് കിട്ടത്തില്ല. പന്നിയാണ് ഇവരുടെ മെയിനായിട്ടുള്ള ഇഷ്ടമായിട്ടുള്ള ഇറച്ചി ഐറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇവിടെ പന്നിയുടെ ഇറച്ചിയുടെ കൂടെ തന്നെ ആവശ്യമുള്ളവർക്ക് പന്നിയുടെ കട്ട് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ആ ബ്ലഡും കൂടി ഇവിടെ വിൽക്കാൻ വെച്ചത് കാണാം കേട്ടോ. ഇവിടെ ചിലരൊക്കെ മീറ്റിൽ ഏത് ജീവിയാണോ, ഇപ്പോൾ കോഴിയാണെങ്കിൽ കോഴി അല്ലെങ്കിൽ പന്നിയാണെങ്കിൽ പന്നി, അതിൻ്റെ ബ്ലഡും കൂടി ആഡ് ചെയ്തിട്ടാണ് കറിയൊക്കെ വയ്ക്കുന്നത്. അതുകൊണ്ട് ചെറിയ ചെറിയ കവറുകളിൽ ഈ പന്നിയുടെയൊക്കെ ബ്ലഡും കൂടി കളക്ട് ചെയ്തിട്ട് വിൽക്കാൻ വെച്ചത് നമുക്ക് കാണാം. അത്യാവശ്യം വിശാലമായിട്ടുള്ള ഏരിയയിൽ പന്നിയിറച്ചി വിൽപ്പന തന്നെയാണ് കേട്ടോ ഇവിടെ. ഈ അങ്ങാറ്റം വരെ കാണുന്നത് മൊത്തം പന്നിയിറച്ചി മാർക്കറ്റാണ്. അത് കടന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് വിശാലമായിട്ടുള്ള ഫിഷ് മാർക്കറ്റിലോട്ടാണ് കേട്ടോ. ഇവിടെ കടൽ മത്സ്യങ്ങളൊന്നും തന്നെ കിട്ടില്ല. വളർത്തു മത്സ്യങ്ങളാണ്. പിന്നെ പുഴയിൽ നിന്ന് കിട്ടുന്ന മീനുകളും പിന്നെ അവരായിട്ട് വളർത്തിയെടുത്ത് ഉണ്ടാക്കുന്ന മീനുകളുമാണ്. എല്ലാം നല്ല ഫ്രഷ് ആയിട്ടാണ് കിട്ടുക. അതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ നാട്ടിലെ പോലെ ചീഞ്ഞ മീനോ അല്ലെങ്കിൽ കുറേ ദിവസം പഴക്കമുള്ള മീനോ ഒന്നുമല്ല. ജീവനോടെയുള്ള മീനുകളാണ്. നമുക്ക് കണ്ടാൽ തന്നെ അറിയാം എല്ലാ മീനുകളും ജീവനുള്ളതാണ്. അത്രയും ഫ്രഷ് ആയിട്ടുള്ള മീനാണ് കിട്ടുക. ക്ലീനാണ് ഈ ഫിഷൊക്കെ കാണുമ്പോൾ. പക്ഷെ ഒരു വിഭാഗത്തിൽപ്പെട്ട ഫിഷുകൾ ഇവിടെ കാണുമ്പോൾ ഈ ചളിക്കുളങ്ങളിൽ പിടിക്കുന്നതായതുകൊണ്ടാണ് തോന്നണം. കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അറപ്പ് തോന്നും. അതുപോലെയുള്ളതാണ്. ഈ പാമ്പിനെ പോലെയൊക്കെ തോന്നുന്ന പല മീനുകളും ഇവിടെ കാണാം കേട്ടോ. ഈ മീനുകളിൽ ഒന്നും തന്നെ ഏട്ടന് ഇഷ്ടമല്ലാത്തതുകൊണ്ട് നമ്മൾ ചെമ്മീൻ അന്വേഷിച്ച് നടക്കുകയാണ് കേട്ടോ. ഇവിടെ നാട്ടിലെ പോലെ ടേസ്റ്റിലുള്ള മീനെന്ന് പറയുന്നത് ചെമ്മീനാണ്. ചെമ്മീൻ അത്യാവശ്യം നല്ല വലുപ്പമാണ്, പക്ഷെ നല്ല റേറ്റുമാണ്. കിലോയ്ക്ക് 600 രൂപ വരെ ഇവിടെ ഉണ്ടാവാറുണ്ട് കേട്ടോ. 2 തരത്തിലുള്ള ചെമ്മീൻ ഇവിടെ ഉണ്ടാവാറുണ്ട്. ഒന്ന് വൈറ്റ് കളറിൽ നോർമൽ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലുള്ളത്, പിന്നെ ഈ ഞണ്ടിൻ്റെ കാലുകൾ പോലെ കാലുകളൊക്കെ നീല നിറത്തിൽ കാലുകളൊക്കെ ഉള്ള ചെമ്മീനെയും കാണാം. രണ്ടിനും പക്ഷേ 2 ടേസ്റ്റാണ് കേട്ടോ. വൈറ്റ് കളറിലുള്ളതാണ് കൂടുതലും നമ്മുടെ നാട്ടിനോട് സാമ്യമായിട്ടുള്ള ടേസ്റ്റിലുള്ളത്. ഫിഷ് മാർക്കറ്റിൻ്റെ തൊട്ട് പുറകിലാണ് കേട്ടോ മട്ടൻ സ്റ്റോൾ ഉള്ളത്. അവിടെ തൂക്കിയിട്ട് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് മട്ടനാണ്. പിന്നെ അവിടെ പലതരത്തിലുള്ള മീനുകളെ വീണ്ടും നമുക്ക് കാണാൻ പറ്റും. ഇതിനിടയിൽ ഒരു ഗോൾഡ് ഫിഷിനെ പോലെ ഒരു മീനിനെ ഞാൻ കണ്ടു കേട്ടോ. അത് ഗോൾഡ് ഫിഷാണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. കറക്റ്റ് കാണുമ്പോൾ അതുപോലെ തന്നെയാണ്. അതിൻ്റെ പേരെന്താണെന്ന് നിങ്ങൾക്ക് അറിയുമെങ്കിൽ
ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇതാണ് ഞാൻ പറഞ്ഞ ആൾ. ബാക്കിയുള്ള മീനുകളൊക്കെ നമുക്ക് കണ്ടു പരിചയമുണ്ട്, പക്ഷേ ഈ കറക്റ്റ് ഫുള്ളായിട്ട് ഗോൾഡ് ഫിഷിനെ പോലെ ഇരിക്കുന്ന മീനിനെ കഴിക്കാൻ വേണ്ടി വയ്ക്കുന്നത് ആദ്യമായിട്ട് കാണാം കേട്ടോ. അതെന്ത് മീനാണെന്ന് നിങ്ങൾക്ക് അറിയെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഈ മീനുകളുടെ പേരുകളൊന്നും പൊതുവെ എനിക്കറിയില്ല. എനിക്ക് കടലിലെ മീനുകൾ മാത്രമേ ഒരുവിധമൊക്കെ അറിയുള്ളൂ. നമ്മുടെ അവിടെ ഇങ്ങനത്തെ പുഴമീനുകളും വളർത്തുമീനുകളൊന്നും അങ്ങനെ കിട്ടാനില്ല. അതുകൊണ്ട് എനിക്കതിൻ്റെ പേരുകളൊന്നും അങ്ങനെ അറിയില്ല കേട്ടോ. നിങ്ങൾക്ക് അറിയുന്ന മീനുകളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എല്ലാ മീനുകളും ഫ്രഷായി കിട്ടും എന്നുള്ളതാണ് കേട്ടോ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ അത്ര ഫ്രഷ് അല്ലാതെ കിട്ടുന്നത് ഈ ഒരു മാർക്കറ്റിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ചിക്കനാണ്. കാരണം അത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും, അത് കട്ട് ചെയ്ത് വെച്ചിട്ട് അത്യാവശ്യം ടൈം ആയിട്ടുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് അത്രയ്ക്കൊരു സുഖം തോന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ കടന്നു വരുമ്പോൾ ഒരുപാട് പൂച്ചെടികളും പാത്രക്കടകളൊക്കെ കാണാം കേട്ടോ. മാർക്കറ്റ് നല്ല തിരക്കായി തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് നേരത്തെ വന്നു കഴിഞ്ഞാൽ കുറച്ച് തിരക്കില്ലാതെ കിട്ടും, പക്ഷെ അപ്പോൾ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് തുടങ്ങിയിട്ടേ ഉണ്ടാവുള്ളൂ. അതിന് ശേഷം ഞങ്ങൾ കുറച്ച് പച്ചക്കറികൾ മേടിക്കാമെന്ന് കരുതിയിട്ട് വന്നതാണ് കേട്ടോ. ഉരുളക്കിഴങ്ങ് ആണ് മേടിച്ചത്. ഉരുളക്കിഴങ്ങിന് 15 രൂപയേ ഉള്ളൂ ഇവിടെ കിലോ. അതുകൊണ്ട് തന്നെ 2 കിലോ മേടിച്ച്, ആകെ 2 പേരേ ഉള്ളൂ വീട്ടിൽ, 2 കിലോ മേടിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ തണുപ്പായതുകൊണ്ട് പച്ചക്കറികൾ ഒരുപാട് ദിവസം ലാസ്റ്റ് ചെയ്യും. അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല കേട്ടോ, മേടിച്ചു എന്ന് വെച്ചിട്ട് പ്രശ്നമൊന്നുമില്ല. നമുക്ക് വേണ്ട പച്ചക്കറികൾ നമ്മൾ തന്നെ സെലക്ട് ചെയ്തിട്ട് എടുക്കുകയാണ് കേട്ടോ. ഏട്ടൻ അത് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഉരുളക്കിഴങ്ങൊക്കെ ഈ ഫോട്ടോയിൽ കാണുന്നതിനേക്കാളും നല്ല വെളുത്ത് നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. നമ്മുടെ നാട്ടിലൊക്കെ കുറച്ചും കൂടി ഡ്രൈ ആയിട്ട്, ഇവിടുത്തെ ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയൊക്കെ കളയാൻ അതുകൊണ്ട് തന്നെ ഭയങ്കര സുഖമാണ്. ജസ്റ്റ് ഒന്നിങ്ങനെ ചിരണ്ടി എടുത്താൽ തന്നെ അത് പെട്ടെന്ന് അങ്ങ് പീലായിട്ട് പോരും. അത്രയും നല്ല ഫ്രഷ് ആയതുകൊണ്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ നമ്മുടെ ഫ്രണ്ട് നേരത്തെ പറഞ്ഞല്ലോ, ഈ വണ്ടിയുടെ ഓണർ, ആൾക്കും കൂടി കുറച്ച് പച്ചക്കറി മേടിക്കാനുണ്ടായിരുന്നു. അതും കൂടി നമ്മൾ മേടിച്ചു അവിടെ നിന്ന് കേട്ടോ. പിന്നെ ഇവിടുത്തെ മാർക്കറ്റിൽ മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ 90% ആൾക്കാരുടെ അടുത്തും ഈ ഓൺലൈൻ പേയ്മെൻറ്റിൻ്റെ മെത്തേഡ് ഉണ്ടാവില്ല. അപ്പം ഈ ഒരു അച്ചച്ചൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ആളുടെ അടുത്ത് ഓൺലൈൻ പേയ്മെൻറ്റിൻ്റെ ഓപ്ഷനൊന്നുമില്ല കേട്ടോ. അപ്പോൾ തൊട്ടപ്പുറത്തുള്ള ആൾക്ക് പേ ചെയ്ത് കൊടുത്തോളാനാണ് ആൾ പറഞ്ഞത്. അപ്പോൾ ഇവിടുത്തെ മാർക്കറ്റിൽ വരുമ്പം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കയ്യിൽ ക്യാഷും കൊണ്ടുവരിക. പിന്നെ നമ്മൾ പോകുന്നതിനിടയ്ക്ക് 100 രൂപയ്ക്ക് 3 ബൾബ് അത് മേടിച്ചായിരുന്നു കേട്ടോ. പിന്നെ തിരിച്ചു പോകുമ്പോഴും മഞ്ഞിനൊരു കുറവും ഉണ്ടായിരുന്നില്ല, വരുമ്പോഴുള്ള പോലെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ.